തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് ഡോക്ടറുടെ തുറന്നു പറച്ചിലുണ്ടാക്കിയ കോളിളക്കത്തിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകട മരണം കൂടിയായതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ CPIM-നുള്ളിലും വിമർശനമുയരുകയാണ്. ഒരു MLA ആയിരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്ന് പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. വിമർശനങ്ങൾ പരിശോധിക്കുമെന്നും പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനം വൈകിയതിൽ വിമർശനവുമായി KK ശൈലജയുടെ കാലത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സരിതാ ശിവരാമനും രംഗത്തെത്തി. വിവരങ്ങളുമായി നമുക്കൊപ്പം TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനും ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. ബിന്ദുവിന്റെ മരണം അത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ, CPIM-നെ പ്രതിരോധത്തിലാക്കുകയല്ലേ? കാരണം ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നു, അല്ലെങ്കിൽ അന്വേഷിച്ച കാര്യങ്ങൾ പരിശോധിക്കാം എന്നതൊക്കെ അവിടെ നിൽക്കുകയാണ്. അവിടെ ഒരു മരണമില്ല, പക്ഷേ ഇവിടെ ഒരു മരണമാണ്. അത് ആ ഒരു കെട്ടിടത്തിനടിയിൽപ്പെട്ടുള്ള മരണമാണ്. ആ മരണവേളയിൽ മന്ത്രിയടക്കം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നതാനും തൊട്ടിപ്പുറത്ത് നിന്നുകൊണ്ട് സംസാരിച്ച കാര്യങ്ങൾ അത് ഈ രക്ഷാപ്രവർത്തനം വൈകിക്കാൻ ഇടയാക്കി എന്ന ആരോപണം വരെ നിൽക്കുമ്പോൾ പ്രതിരോധത്തിലല്ലേ സർക്കാർ? ഗുഡ് ഈവനിങ് സുജിയ. ഉറപ്പായും പ്രതിരോധത്തിലാണ് സർക്കാർ, പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. മാത്രമല്ല സുജിയ, നമുക്കറിയാവുന്നതുപോലെ ആരോഗ്യരംഗത്ത് എപ്പോഴും വാർത്തകളുണ്ടാവും, പല പല പ്രശ്നങ്ങളുണ്ടാകും. ഒന്നും പൂർണ്ണമായി നടത്താൻ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് ഈ വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം ഉണ്ടാകുന്ന വീഴ്ചകൾ തുറന്നു കാട്ടുമ്പോൾ അതെല്ലാം തെറ്റായ വാർത്തയാണെന്നും അത് വ്യാജ വാർത്തയാണെന്നും പറയാനുള്ള ധൃതിയാണ് എപ്പോഴും വീണ ജോർജിന്. അത് തന്നെയാണ് കോട്ടയത്ത് ഒരു വാർഡ് ഇടിഞ്ഞ സമയത്തും അതേ ആത്മവിശ്വാസത്തിലാണ് മാധ്യമങ്ങളോട് നിന്ന് പറയരുത്, നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത് എന്ന്. ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും ഇവിടെ ആരും വരാറില്ലെന്നും പറയുന്ന സമയത്തും ബിന്ദു അതിനകത്ത് ജീവന് വേണ്ടി മല്ലടിക്കുകയായിരുന്നു എന്നുള്ളതാണ് സുജയ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഡോക്ടർ ഹാരിസിൻ്റെ തുറന്നു പറച്ചിൽ യഥാർത്ഥത്തിൽ അത് ആരോഗ്യവകുപ്പിൻ്റെ മുഖത്തേറ്റ അടിയാണ്. ഇടതുപക്ഷ അനുകൂലിയായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ്. ഒരുപാട് തവണ തൻ്റെ സംവിധാനത്തിൽ പറഞ്ഞു നോക്കി, തനിക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങൾ കിട്ടുന്നില്ല, രോഗികളുടെ ശസ്ത്രക്രിയ മുടങ്ങുന്നു. അവർ പണം കൊടുത്ത് ഉപകരണങ്ങൾ വാങ്ങേണ്ട ഘട്ടത്തിലേക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് മാറിയപ്പോഴാണ് മറ്റൊരു ഗതിയുമില്ലാതെ ഹാരിസിനത് തുറന്ന് പറയേണ്ടി വന്നത്. ഒരു ഘട്ടത്തിൽ ഹാരിസിനെതിരായ വലിയ നീക്കം ഉണ്ടാകുമ്പോഴാണ് പിന്നീട് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ഹാരിസിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്ത്. എന്തായാലും ഹാരിസിൻ്റെ തുറന്നു പറച്ചിലോടുകൂടി നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. അതിനിടയിലാണ് ബിന്ദുവിൻ്റെ മരണം യഥാർത്ഥത്തിൽ ഗുരുതര വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിൽ ശരിയായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം തങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല എന്ന നിലയിലേക്ക് അല്പസമയം മുമ്പ് MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും ആരോഗ്യരംഗത്തെ വികസനങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല സുജയ. എന്തായാലും ഇതൊരു ഗുരുതര വീഴ്ച തന്നെയാണ്. സംഘടനകളുടെ പ്രതിഷേധം കടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താകും എന്നാണ് നമ്മളെല്ലാവരും കാതോർക്കുന്നത് സുജയ.